Continuing. This is part number 4, right? Okay. See, you can see a question on the board. നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് തന്നതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനതൊന്ന് ഡിസ്കസ് ചെയ്ത് തരും. കുറേ പേര് ചെയ്തിട്ടുണ്ട്, കുറേ പേര് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സി, ഫസ്റ്റ് ഐറ്റം ഇസ് ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഡെറ്റർ അക്കൗണ്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? Find out the credit sale and credit purchase. For finding out the credit sale, you have to prepare the debtor account. And for credit purchase, നമ്മൾ creditors account വരും. ഓക്കെ, ഡെറ്ററിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതേണ്ടതെന്ന് അറിയാം, ക്രെഡിറ്ററിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ എഴുതേണ്ടതെന്ന് അറിയാം. അപ്പോൾ രണ്ട് അക്കൗണ്ടും പാരലലായിട്ട് വരയാം. അപ്പോൾ തന്നെ ഓരോ ഐറ്റം കിട്ടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ്. അവിടെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻ ആദ്യം കോപ്പി ചെയ്യാം, മാർക്ക് ചെയ്യാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റർ. ഡെറ്റർ അക്കൗണ്ടിൽ ബൈ ക്യാഷ് അല്ലേ, ഡെറ്ററിൻ്റെ ബാലൻസ് കുറയും. ബൈ ക്യാഷ്. ഡിസ്കൗണ്ട് അലൗഡ് ഡ്യൂറിങ് ദ ഇയർ. സോ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണ് ഡിസ്കൗണ്ട് കൊടുക്കുക? നമ്മൾ ഡെറ്റേഴ്സിന്. സോ ഡെറ്റർ അക്കൗണ്ടിൽ ഡെബിറ്റ്. ബാഡ് ഡെറ്റ് ഡെബിറ്റ്. ഡെറ്റർ അക്കൗണ്ട് റിട്ടേൺ ഇൻവേർഡ് ആണ്. സോ ഡെറ്റർ അക്കൗണ്ടിൽ എവിടെ സെയിൽസ് റിട്ടേൺസ് ആണ്. സോ ഡെറ്റർ അക്കൗണ്ടിൽ ഡെബിറ്റ്. ബിൽ റിസീവ് ഫ്രം കസ്റ്റമർ നമ്മളെ ഡെറ്റർ ആണ്. സോ ക്യാഷിന് പകരം ബില്ല് കിട്ടി. സോ ബൈ ബിൽ റിസീവബിൾ എഴുതി വെച്ചേക്കണേ. ക്യാഷ് പെയ്ഡ്. ഇപ്പോൾ സൊല്യൂഷനും കാണാം ബോർഡിൽ. ഓക്കെ, ക്യാഷ് പെയ്ഡ് ടു സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്ററിന് ക്യാഷ് കൊടുത്തു, അവിടെ കാണുന്നുണ്ടല്ലോ. ടു ക്യാഷ് 29780. ഡിസ്കൗണ്ട് റിസീവ് ഫ്രം ദം. ഡിസ്കൗണ്ട് ഇങ്ങോട്ട് കിട്ടി. സോ ടു ഡിസ്കൗണ്ട് അവിടെ കാണാം. റിട്ടേൺ ടു സപ്ലയർ. പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ് ആണ്. സോ അതും ക്രെഡിറ്റർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തത് കാണാം. പിന്നെ എന്താണ്? ബിൽസ് ഇഷ്യൂഡ് ടു ദം. സോ ക്രെഡിറ്ററിന് ബിൽ ഇഷ്യൂ ചെയ്തു. ഓക്കെ, സോ ഇറ്റ്സ് ബിൽസ് പേയബിൾ ആണ്. സോ ടു ബിൽസ് പേയബിൾ. പിന്നെ രണ്ടുപേരുടെയും ഡെറ്ററിനെയും ക്രെഡിറ്ററിനെയും ക്ലോസിംഗ് ബാലൻസ് സൊല്യൂഷൻ ബോർഡിനകത്തുണ്ട്. അത് നിങ്ങൾ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ബോർഡിൽ ഇപ്പോൾ വരും. അത് ഞാനിപ്പോൾ വർക്ക്ഔട്ട് ചെയ്തു തരും. ഓക്കെ, സി another question there on the board. കോപ്പി ചെയ്യണം. ഒന്ന് പോസ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ കോപ്പി ചെയ്തു. അപ്പോഴേക്ക് ഞാൻ ആ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് വരട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാണ്ട് കാണാൻ നിൽക്കല്ലേ, നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ട്. ഓക്കെ, സി, ഫ്രം ദ ഫോളോയിങ് ഫാക്ട്സ്. ഞാൻ ഈ ചെയ്യുന്ന പോലെ വേണം നിങ്ങൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ. ഐ മീൻ നിങ്ങളൊരു സ്റ്റുഡൻസിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇടയിൽ ഇങ്ങനെ പെറുക്കി എടുത്തിട്ട് അങ്ങോട്ട് എഴുതും. ഓക്കെ, ഞാൻ ഇപ്പം എന്താണോ ഫോളോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, സ്കിപ്പിംഗ് വരില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഫ്രം ദ ഫോളോയിങ് ഫാക്ട്സ് അപ്ലൈഡ് ബൈ മിസ്റ്റർ രാജു ഹു കീപ്സ് ഹിസ് ബുക്സ് ഓൺ സിംഗിൾ എൻട്രി സിസ്റ്റം. ഫോളോ ചെയ്യുന്നില്ല, ദറ്റ് ഇസ് ഇൻകംപ്ലീറ്റ് ആണെന്നുള്ള മീനിങ്. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ പർച്ചേസ് ആൻഡ് ടോട്ടൽ സെയിൽ. സോ പർച്ചേസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഏത് അക്കൗണ്ട്, സെയിൽ കണ്ടാൽ അറിയാം ഏത് അക്കൗണ്ട്. സോ ബാലൻസസ് ആർ ഗിവൺ. Opening and closing balances are there. So bill payable, creditor, bill receivable, debtor. So the bill receivable account, bills payable account, sundry debtors account and sundry creditor account. Okay, എനിക്ക് എന്തുകൊണ്ടാണ് നമുക്ക് സെയിൽസ് കണ്ടുപിടിക്കാൻ ഇതും പർച്ചേസ് കണ്ടുപിടിക്കാൻ ഇതും. ബട്ട് ഞാനെന്തിനാ ഇത് രണ്ടും വരച്ചു? ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ തന്നിട്ടുണ്ട്, സോ ഞാനത് വരച്ചു. ഓക്കെ, അല്ലാണ്ട് ഞാൻ ഇപ്പം ഈ ഒരു മൊമെന്റിൽ എനിക്ക് വേറെ ഒരു ഉദ്ദേശവും. ഞാൻ അവിടെ ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് കണ്ടു. നമുക്കറിയാം ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എൻട്രീസ് ഉണ്ട്, ഇതിന് രണ്ടിലും കോമൺ ആയിട്ടുള്ള എൻട്രീസ് ഉണ്ട്. സോ ഞാൻ ഇതവിടെ വരച്ചു. ആൻഡ് ഓപ്പണിംഗ് ബാലൻസ് ഞാൻ അവിടെ എഴുതാൻ പോവാണ്. ഇതിൽ ആദ്യം ബിൽസ് പേയബിൾ ആ തന്നത്. സോ ഇറ്റ് ഇസ് എ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണ്. സോ it is 5,000 and closing balance it is 6,000. Okay, now it is creditor again. Credit balance by balance 4,000 and to balance 8,000. Okay, now it is bill receivable. Debit balance ആണ്, asset ആണ്. So to balance B bar D 10,000 and by balance C bar D 16,000. And here also to balance 7,000 and here also by balance 6,000.
ഓക്കെ സി സോ ഞാൻ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അവിടെ കോപ്പി ചെയ്തു. നൗ ഞാൻ അടുത്തത് വായിക്കുവാണേ. Further information for the year 2013 are as under. Cash received from debtor. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. Cash received from debtor. So ഡെറ്ററിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടി. സോ ഞാൻ ഇവിടെ എഴുതണം ബൈ ക്യാഷ്. ഇതൊരു ക്യാഷ് ആണ്. നമ്മൾ ക്യാഷ് അക്കൗണ്ട് വരയാൻ പഠിച്ചില്ല. ഇനി ക്യാഷ് അക്കൗണ്ട് ഒക്കെ വരയുമ്പം ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ എഴുതും. ബട്ട് ഇപ്പം നമുക്ക് അതൊന്നും അറിയില്ല. സോ ഞാൻ എന്ത് ചെയ്തു, അതിവിടെ എഴുതി. സോ ഇറ്റ് ഈസ് 5,000. സി 5,000. ഓക്കെ, നൗ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ. സോ ക്രെഡിറ്ററിന് ക്യാഷ് കൊടുത്തു. ഇതുപോലെ നിങ്ങൾ ചെയ്യണം. അതായത് ഓരോന്ന് എടുത്ത് ചെയ്യാൻ പാടില്ല. 40,000. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു റൗണ്ട് വായിക്കണം. ഞാനിത് ഓൾറെഡി എനിക്ക് പ്രാക്ടീസ് ആയതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളാണെങ്കിൽ ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ജസ്റ്റ് ഒരു വേഗമായിട്ടൊരു റീഡ് ചെയ്യാം. ദെൻ ഈ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, നൗ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. അലൗ ചെയ്ത ഡിസ്കൗണ്ട് ആർക്കാണ് ഡിസ്കൗണ്ട് അലൗ ആയ? ഡെറ്ററിന്. ക്രെഡിറ്റർ നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് തരുമല്ലേ ചെയ്യുക, അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. സോ ഹിയർ ഡിസ്കൗണ്ട് അലൗഡ് ആണ്. എത്ര അലൗഡ്? 200. ആൻഡ് ഇവിടെ വരും, സോറി ഇറ്റ് ഈസ് 2. ഇവിടെ വരും ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഹൗ മച്ച്? 300. നൗ വാട്ട്? ബാഡ് ഡെറ്റ്. ഞാൻ ഇന്നലെ വേറൊരു ഹോംവർക്ക് തന്നതിൽ ബാഡ് ഡെറ്റ് ഇവിടെ എല്ലാവരും എഴുതാൻ മറന്നു. അതെന്താന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ബാഡ് ഡെറ്റ് it is 400. Bad debt return of 400. Return inward. Return inward എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. സോ റിട്ടേൺ ഇൻവേർഡ് 700. റിട്ടേൺ ഔട്ട്വേർഡ് പർച്ചേസ് റിട്ടേൺ എത്രയാ? 900. ബിൽസ് പേയബിൾ ഡിസ്ചാർജ്. നിങ്ങൾ സ്റ്റക്കായില്ലേ? വാട്ട് ഇസ് ദാറ്റ്? ബിൽസ് പേയബിൾ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ബിൽസ് പേയബിളിന് പൈസ കിട്ടി. ബിൽസ് പേയബിൾ ഡിസ്ചാർജ്. ബിൽസ് പേയബിളിന് പൈസ കിട്ടി. സി എവിടെ? ബിൽസ് പേയബിൾ 500. ഇവിടെ വരും ടു ക്യാഷ്. സോറി, ബിൽസ് പേയബിൾ ബിൽസ് പേയബിളിന്റെ പൈസ കൊടുത്തു. ബിൽസ് പേയബിൾ ഡിസ്ചാർജ്. ബിൽസ് പേയബിളിന്റെ പൈസ കൊടുത്തു 500. ഓക്കെ, നൗ വാട്ട്? ബിൽ റിസീവബിൾ ഡിസോണർ. ഡിസോണർ ചെയ്യുമ്പം എവിടെയാണോടോ ബില്ല് റിസീവബിൾ ഉള്ളത്? ഇവിടെ. സോ ഇത് ഡിസോണർ ചെയ്യുമ്പോൾ എൻട്രി എന്താ? ബില്ല് കിട്ടുമ്പോൾ എൻട്രി എന്താ? ഇവിടെ ഇതാ ചോദിക്കുന്നത്. ബിൽ റിസീവബിൾ ഡിസോണേഡ്. ഡിസോണർ ചെയ്യുമ്പോൾ എൻട്രി ഇത് എവിടെ നോക്കിക്കോളെ. ബില്ല് കിട്ടുമ്പോൾ എൻട്രി ഇതാണ്. ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റർ. ഇതാണ് ബില്ല് കിട്ടുമ്പോൾ ഉള്ള എൻട്രി. ഓക്കെ, ഇത് എപ്പോഴോ പാസ് ചെയ്തിട്ടുണ്ടോ? ഇതിന് മുന്നേ ഉള്ള ടൈമിൽ പീരീഡിൽ എപ്പോഴെങ്കിലും ഈ ഒരു എൻട്രി ഓൾറെഡി ചെയ്തിട്ടുണ്ടോ? ബട്ട് നമ്മുടെ ഈ ടൈം പീരീഡിൽ എന്താ സംഭവിക്കുന്നത്? ഇത് ഡിസോണർ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞ? നേരെ എൻട്രി തിരിക്കണം അല്ലേ? അല്ലേ? ഇതല്ലേ ബിൽ ഡിസോണറിന്റെ എൻട്രി. നേരെ ഓപ്പോസിറ്റ്, റൈറ്റ്? സോ ബിൽ റിസീവബിൾ അക്കൗണ്ടിൽ ഡിസോണറിന്റെ എൻട്രി ഞാൻ എഴുതി തന്ന ആ ഫോമാറ്റിനകത്ത് ബ്രാക്കറ്റിൽ നോക്കിയാൽ മതി. ബിൽ റിസീവബിളിനകത്ത് ഇവിടെ ഞാൻ ബൈ ഡെറ്റേഴ്സ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഡിസോണർ എന്ന് എഴുതിയിട്ടുണ്ടാവും. സോ ഡിസോണറിന്റെ ബിൽ റിസീവബിളിന്റെ ഇവിടെ ആര് വരും? ബൈ ഡെറ്റർ. എത്രയാണോ പൈസ? 1000. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആര് വരും? ടു ബിൽ റിസീവബിൾ. ബ്രാക്കറ്റിൽ ഡിസോണർ എന്ന് എഴുതണം. ഇവിടെയും അതേപോലെ ഡിസോണർന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, സോ എത്രയാണ് ഡിസോണർ? 1000 പറഞ്ഞ 1000. ഇവിടെയും 1000. ഇനി എന്തേലും ഉണ്ടോ? ബിൽ ഡിസോണർ ക്യാഷ് സെയിൽ. ക്യാഷ് സെയിൽ ഈ അക്കൗണ്ടിൽ വരൂല. ബട്ട് ഇതിന് ആൻസറിന്റെ കൂടെ നമ്മളത് പ്ലസ് ചെയ്യും. അതേപോലെ ക്യാഷ് പർച്ചേസും നമ്മൾ ചെയ്യും. തീർന്നില്ലേ? ഇനി എന്തെങ്കിലും നമ്മൾ സ്കിപ്പായി പോയിട്ടുണ്ടോ? ഇല്ല. ഇനി ഇതിന്റെ ഓരോരോ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ഓക്കെ, ഇത് സംശയമൊന്നുമില്ലല്ലോ. ഡിസോണർ ചെയ്യുമ്പോഴുള്ള എൻട്രി കിട്ടുന്ന എൻട്രിയിലില്ല, ബിക്കോസ് അത് മുന്നേത്തെ പീരീഡിലായിരിക്കും. സോ ഈ ഒരു സാധനം ഇതിനകത്ത് കാണാൻ പറ്റില്ല. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡിസോണർ. സോ ഡിസോണർ ചെയ്യുമ്പോൾ ബൈ ഡെറ്റർ, ഡെറ്റർ അക്കൗണ്ടിൽ ടു ബിൽ റിസീവബിൾ. കിട്ടുവാണെങ്കിൽ ഇവിടെ ആര് വരും? ബിൽ റിസീവബിളും വരും. ഇവിടെ ആര് വരും? ടു ഡെറ്ററും വരും കിട്ടുവാണെങ്കിൽ. സോ ഇത് ഡിസോണർ ആണ്. സോ നേരെ
തിരിച്ചിട്ട്. ഓക്കെ, അക്കൗണ്ട് നന്നായിട്ട് പഠിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. എല്ലാം ഒന്നും പഠിക്കണ്ട, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഡിസോണർ ഒക്കെയാണ്. അപ്പൊ അതൊന്ന് മനസ്സിരുത്തി പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ബിൽ റിസീവബിൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇതിവിടെ ശ്രദ്ധിച്ചോളെ, ഇത് പറയേണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം ഇവിടെ ചെയ്തത്. ഞാൻ ബിൽ റിസീവബിൾ അക്കൗണ്ട് ഞാൻ മീൻസ് ബാലൻസ് ചെയ്യാൻ പോവാന്ന്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തു. സോ ഹിയർ ഐ ഗോട്ട് 7,000. ഓപ്പണിംഗ് ഇസ് ദർ, ക്ലോസിംഗ് ഇസ് ദർ, എല്ലാം ഉണ്ട്. ബട്ട് എന്താ ഉണ്ടാവാൻ, എന്തായിരിക്കും നിങ്ങൾ ഇവിടെ എഴുതുക? ഒബ്വിയസ്ലി ഈ ഒരു എൻട്രി മിസ്സിംഗ് ആ നമുക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. സോ നമ്മൾ ആ സമയം അസ്യൂം ചെയ്ത് ഇത് മേ ബി കഴിഞ്ഞ പീരീഡിലായിരിക്കും. ബട്ട് ഹിയർ എന്തുണ്ട്, ഇവിടെ എന്തുണ്ട്, എന്തോ ഒരു ബാലൻസ് ഉണ്ട്, റൈറ്റ്? സോ നിങ്ങൾ ഇത് ഇവിടെ എപ്പോഴും ഇവിടെ മിസ്സിംഗ് ഈ വർഷം കിട്ടിയ ബില്ലായിട്ട് നിങ്ങൾ കണക്കാക്കണം. ക്ലിയർ? ഈ വർഷം കിട്ടിയത് ഇത് തന്നെ ആവണമെന്നില്ല ഈ ഡിസോണർ ചെയ്ത ബിൽ. ബട്ട് ഇവിടെയാണ് ബാലൻസ് വന്നതെങ്കിൽ, ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ ഓൾറെഡി ഉള്ളതാണെങ്കിൽ ഇവിടെ ബാലൻസ് വരുമ്പം നിങ്ങളത് ഈ വർഷം കിട്ടിയ ബില്ലുകൾ, ഈ വർഷം കിട്ടിയ ബില്ലിന്റെ എൻട്രി എന്താ? ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഡെറ്റർ. ഈ ഭാഗത്തല്ലേ ബില്ല് കിട്ടുമ്പോൾ എഴുതുന്നത്. സോ ഇവിടെ നമ്മൾ സൺട്രി ഡെറ്റർ എന്ന് എഴുതണം. ഇതൊന്നുമല്ല, നമ്മുടെ ബാലൻസിങ് ഫിഗർ ആണ്. ഇതെന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക? ബിൽസ് റിസീവബിൾ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഐറ്റം എവിടെ എഴുതണം? ഈ രണ്ട് അക്കൗണ്ടും ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ആദ്യം എപ്പോഴും ബിൽ റിസീവബിൾ ബാലൻസ് ചെയ്ത് നോക്കണം. ബിക്കോസ് അധികം ഈ ഒരു ഐറ്റം ആയിരിക്കും മിസ്സിങ്. സോ അതിന്റെ ഇഫക്റ്റ് നിങ്ങൾ എവിടെ എഴുതേണ്ട വരും? ഈ ഒരു അക്കൗണ്ടിൽ കാണിക്കേണ്ട വരും. സോ എപ്പോഴും ഇത് ഫസ്റ്റ് ചെയ്യാം. സോ ഇതിനെ ഞാൻ എന്തെഴുതുന്നു? ഇവിടെ എഴുതുവാണ് ബൈ ബിൽ റിസീവബിൾ. എവിടുന്ന് കിട്ടിയതാ? അതാ ഈ സാധനമാണേ ഇത്. ഇതാണ് ഇത്. ഓക്കെ, 7,000. ഇനി നമുക്ക് ഇതങ്ങോട്ട് ബാലൻസ് ചെയ്യാം. ഇനിയിപ്പോ ഇത് ബാലൻസ് ചെയ്താല് നമുക്ക് ഇവിടെ 19,000. നിങ്ങളൊന്ന് ടോട്ടലൊക്കെ നിങ്ങൾ നോക്കിയേക്കണേ. 19,000 5 2 4 7 7 6. ഇനി ഇവിടെയാണ് ബാലൻസ് കിട്ടുക. ഇവിടെ നമുക്ക് എത്ര കിട്ടും എന്ന് വെച്ചാൽ 11,300 കിട്ടും. ഓക്കെ, ഇവിടെ എന്താ മിസ്സിങ്? ക്രെഡിറ്റ് സെയിലാണ്. ഓപ്പണിംഗ് ക്ലോസിംഗ് ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ വരുന്നത് തന്നെ എന്ത് കണ്ടുപിടിക്കാനാ? ക്വസ്റ്റ്യൻ തന്നെ എന്ത് കണ്ടുപിടിക്കാനാ? സെയിൽ അല്ലേ? സോ ഇറ്റ് ഈസ് ക്രെഡിറ്റ് സെയിൽ. ഇത് ബാലൻസിങ് ഫിഗർ. സോ അക്കൗണ്ട് തറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇവിടെ ഏത് ഐറ്റോ എഴുതേണ്ടത്. സോ ഫൊമാറ്റ് തറോ ആയിരിക്കണം. ഫൊമാറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഒന്നുമില്ല, വേറെ ഒരു സംഭവവും ഈ ചാപ്റ്ററിനകത്തില്ല. സോ കമ്മിങ് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ബിൽസ് പേയബിൾ അക്കൗണ്ടിൽ ഇത് ഇവിടെയാണ് ബാലൻസ് വന്നത്. ഓപ്പണിംഗ് ഇസ് ദർ, ക്ലോസിംഗ് ഇസ് ദർ. സോ എന്താ മിസ്സിംഗ്? ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം ഇഷ്യൂ ചെയ്ത ബില്ല്. സോ ഇവിടെ നമ്മൾ ആരെ പേരാത്? ബൈ സൺട്രി ക്രെഡിറ്റർ അല്ലേ? ബൈ സൺട്രി ക്രെഡിറ്റർ. സൺട്രി ക്രെഡിറ്റർ വരും. സൺട്രി ക്രെഡിറ്ററിന്റെ അക്കൗണ്ടിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ടു ബിൽസ് പേയബിൾ ഇഷ്യൂഡ് ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം ഇഷ്യൂ ചെയ്തു. ദിസ് ഈസ് അവർ ബാലൻസിങ് ഫിഗർ. സോ ഇത് ഇവിടെയും വരും. ഓക്കെ, നൗ ഇത് ബാലൻസ് ചെയ്യുന്നു. ഇത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 8 15 9,700 വരും. ആൻഡ് 9,700 46 700. ഇതെന്താണ്? നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ്. ദിസ് ഈസ് അവർ ബാലൻസിങ് ഫിഗർ. ഓക്കെ, സോ എവിടെയാണോ മിസ്, ഇതും അതേപോലെ ആദ്യം ബിൽസ് പേയബിൾ ചെയ്യണം, എന്നിട്ടാണ് ക്രെഡിറ്റർ അക്കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അധികം ഇവിടെ ഈ ഒരു ഐറ്റം ആയിരിക്കും ബാലൻസിങ് ഫിഗർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ ഓക്കെ, നൗ നമ്മുടെ ക്വസ്റ്റ്യനിൽ ടോട്ടൽ സെയിൽ ആൻഡ് ടോട്ടൽ പർച്ചേസ് ആണ്. സോ ടോട്ടൽ സെയിൽ ഇവിടെ എഴുതുക താഴെ ഇസ് ഈക്വൽ ടു എഴുതണം ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിൽ നിങ്ങൾ എഴുതുക. ക്യാഷ് സെയിൽ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 10,000 പ്ലസ് 11,300. ഇത് നിങ്ങൾ ഇവിടെ അവിടെ ചെയ്തു വെക്കുക. പിന്നെ ഉള്ളത് ടോട്ടൽ 21,300 കിട്ടും അല്ലേ? ഓക്കെ, ഇനി അടുത്ത ടോട്ടൽ പർച്ചേസ് ആണ്. അതും അതേപോലെ ക്യാഷ് പ്ലസ് ക്രെഡിറ്റ്. ക്യാഷ് 8,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഹിയർ 46
700. സോ ഇതും കൂടെ നിങ്ങൾ അവിടെ ചെയ്യാം. 54,700. സോ ദിസ് ഇസ് യുവർ ആൻസർ. പോകാൻ വരട്ടെ, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഇവിടെയാണല്ലോ ബാലൻസിങ് ഫിഗർ വന്നത്. സോ ഇത് മിസ്സിംഗ് ആണ്. എങ്ങനെ മനസ്സിലായ മിസ്സിംഗ് ആണ്? എങ്ങനെ മനസ്സിലാവില്ല? അക്കൗണ്ട് തറോ ആക്കി വെക്കുക, വേറെ ഒരു രക്ഷയില്ല. ഓക്കെ, സോ അക്കൗണ്ട് തറോ ആക്കുക. ഇവിടെ മെയിൻ ഐറ്റം ആയിട്ടുള്ളത് ബില്ല് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. ഈ വർഷവും ബില്ല് ഉണ്ടാവും, ബിക്കോസ് ക്ലോസിംഗ് ബാലൻസ് അല്ലേ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ എഴുതുക, അതിന് കറസ്പോണ്ടിങ് ഇവിടെ എഴുതണം. ഓക്കെ, അതേപോലെ തന്നെയാണ് ബില്ലിന്റെ കേസും. എപ്പോഴും ഇത് തന്നെയായിരിക്കും മിസ്സിംഗ്. ഇനി ചില കേസിൽ നമ്മൾ ഇത്ര സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ അവിടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എടുത്തിരിക്കുന്നത് ഏതാണ്? സോറി, അവിടെ ക്യാപിറ്റൽ എടുത്തത് ഓപ്പണിംഗ് ക്യാപിറ്റലാ ബാലൻസ് ഷീറ്റിൽ. ഒന്ന് എടുത്ത് നോക്കണേ, അത് അടുത്തത് ഞാൻ അതൊക്കെ പറയും. സോ അതിന് മുന്നേ അതൊന്ന് തറവായിരിക്കണം. ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് വരഞ്ഞപ്പോൾ അഡ്ജസ്റ്റഡ് ബാലൻസ് ഷീറ്റ്, സോറി അഡ്ജസ്റ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലാണ് എടുത്തത്. അപ്പൊ ചില കേസിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് വരേണ്ട വരുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കും മിസ്സിങ്. ആ സമയം ഇതൊക്കെ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക. സോ ഇതൊരു ഇൻബിൽട്ട് അല്ല. ഇതെപ്പോഴും ഇതിവിടെ ബാലൻസ് വരൂ, അല്ലെങ്കിൽ ഇതെപ്പോഴും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. ബട്ട് നിങ്ങൾക്ക് കണ്ടിരിക്കുന്നത് ബികോമിന് മെയിൻലി ഈ ഒരു ഐറ്റം ആയിരിക്കും മിസ്സിങ്. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള കണക്കിൽ ഇവിടെ തന്നെ മിസ്സിങ് വരണമെന്ന് ഇല്ല. സോ ഇത് കോപ്പി ചെയ്യാം. നൗ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ ഇത് കോപ്പി ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ മര്യാദയ്ക്ക് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഏത് സമയം കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ഐറ്റം. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്രെഡിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാൻ പഠിച്ചു, പർച്ചേസ് കണ്ടുപിടിക്കാൻ പഠിച്ചു, ഡെറ്റർ അക്കൗണ്ട് പഠിച്ചു, ക്രെഡിറ്റർ അക്കൗണ്ട് പഠിച്ചു. ദെൻ ബിൽ റിസീവബിൾ അക്കൗണ്ട്, ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഓക്കെ, coming to our fifth topic. In the topic opening and closing stock. Okay, അപ്പോൾ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയ കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരയണം. ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് വാട്ട്? ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ഓൾസോ ദിസ് വിൽ കം ഇൻ ബാലൻസ് ഷീറ്റ് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതണം. അപ്പം നമുക്കിന്ന് ഇപ്പം ഇത് തുടങ്ങാം. ഓക്കെ, സി ഒരു ട്രേഡിംഗ് അക്കൗണ്ട് വരെയാണ്. ഒരു ഇക്വേഷൻ ആണ്, ബട്ട് നമുക്ക് ഇത് ത്രൂ അങ്ങോട്ട് പോവാം. ഇക്വേഷനും വരയാം, ട്രേഡിംഗ് അക്കൗണ്ടും വരച്ചിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ കാൽക്കുലേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ അതിനു വേണ്ടി ഞാൻ അവിടെ ഒരു അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഇതിന്റെ പേരാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, വെറുതെ ആവശ്യമില്ലാണ്ടാണല്ലോ ഈ ട്രേഡിംഗ് അക്കൗണ്ട്. ദിസ് ഇസ് നോട്ട് ദ റിയൽ ട്രേഡിംഗ് അക്കൗണ്ട്, റൈറ്റ്? സോ നമ്മൾ അതിനൊരു പേര് കൊടുക്കും, മെമ്മോറണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം മിസ്സിംഗ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മെമ്മോറണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്നാ പറയാ. മെമ്മോറണ്ടം ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, സോ മെമ്മോറണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ഞാൻ അവിടെ വരഞ്ഞു. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്ന? ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ ഇവിടെ എന്താ എഴുതേണ്ടത് നിങ്ങൾക്കറിയാം, സെയിൽ. ഈ സെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചോ, ടോട്ടൽ സെയിലാണ്. അതായത് ക്യാഷ് സെയിൽ പ്ലസ് ക്രെഡിറ്റ് സെയിൽ ആണ്, മൈനസ് റിട്ടേൺസ് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഈ സെയിൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിലാണ്, അതായത് ക്യാഷ് സെയിൽ ക്രെഡിറ്റ് സെയിൽ ആണ്, അതിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തതാണ് ആ സെയിൽ. ഓക്കെ ഓക്കെ, ഇനി ഈ ഭാഗത്ത് വരുന്ന വേറൊരു ഐറ്റം ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. ഓക്കെ, ദെൻ ഇവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ പൊസിഷൻ. ബട്ട് നമുക്കറിയില്ല, പർച്ചേസ് ആണ്. ഹിയർ ഓൾസോ സെയിം, പർച്ചേസ് മീൻസ് total purchase, that is cash purchase plus credit purchase. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? റിട്ടേൺ ഔട്ട്വേർഡ് അല്ലേ. ഓക്കെ, സോ ദിസ് ഈസ് ദ പർച്ചേസ്. സോ അവിടെ ഒരു പർച്ചേസ് ഉണ്ടാവും. സോ ഞാൻ ഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ഫോർ ടൈം ബീങ് ഞാൻ അതൊന്നും അങ്ങോട്ട് മൈൻഡ് ആക്കുന്നില്ല. ഇനി വേണ്ട, നിങ്ങൾക്ക് അത് പ്രശ്നമാണെങ്കിൽ ഞാനിവിടെ എഴുതാം. സോ ഡയറക്റ്റ് എക്സ്പെൻസസ് ഇവിടെ വരും ആണല്ലോ. ആണ്. കൂടാണ്ട് ഒരു ഐറ്റവും കൂടി ഇതിനകത്ത് ഉണ്ടാവും, അതാണ് നമ്മുടെ
ഗ്രോസ് പ്രോഫിറ്റ് ലോസും ആവാം, ബട്ട് നമുക്കിപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഗിവൺ ആണ്, ഇത് ഗിവൺ ആണ്, ഇത് ഗിവൺ ആണ്, ഇത് ഗിവൺ ആണ്, ഇത് ഗിവൺ ആണ്. ബാലൻസിങ് ഫിഗർ ആരായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇതിനെ നമുക്കൊരു ഇക്വേഷൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ചിലവർക്ക് അറിയാമായിരിക്കും, ചിലവർക്ക് അറിയില്ലായിരിക്കും. അറിയാത്തവരും അറിയുന്നവരും ഇവിടെ ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ തന്നെ എഴുതിക്കാം. ഓക്കെ, സി ഇക്വേഷൻ സെയിൽ അല്ലേ, സെയിൽ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽ പ്ലസ് ഈ ഭാഗം കൂട്ടണം, അതിൽ നിന്ന് ഇതും 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 മൈനസ് ചെയ്യണം അല്ലേ. സോ മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് പർച്ചേസ് മൈനസ് ഇടയിൽ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് അല്ലേ, ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് പർച്ചേസ് മതി. അങ്ങനെ കിട്ടുന്ന ആൻസർ ആയിരിക്കും നമ്മുടെ ആര്? ഓപ്പണിംഗ് സ്റ്റോക്ക്. സംശയം ഉണ്ടോ? ഇല്ലല്ലോ. സെയിൽസ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ജി പി മൈനസ് DE ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് പർച്ചേസ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാനൊരു പൊസിഷൻ ഇത്തിരി മാറ്റുവാണേ. ഈ മൈനസ് ജി പിനെ ഞാൻ ഇവിടെ ഇടുവാണ്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. എവിടെ ഇട്ടാലും മൈനസും പ്ലസ് അല്ലേ, ഒരു പ്രശ്നമില്ല. ഞാൻ ഇതിനെയൊക്കെ ഒന്ന് അടുപ്പിച്ചിടും. ഓക്കെ, പ്രശ്നമുണ്ടോ? ഇല്ല. നാ ഇതിന് നമ്മൾ സെയിൽസ് മൈനസ് ജി പിക്ക് നമ്മൾ വേറൊരു പേരിടും. ആ പേരാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ചില ക്വസ്റ്റ്യനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് കാണാം. അതെന്താ സാധനം? സെയിൽസ് മൈനസ് ജി പി. അപ്പോൾ ഇക്വേഷൻ എന്താവും? ഇത് നമുക്ക് ഓൾറെഡി ഗിവൺ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് മൈനസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് പർച്ചേസ്. ഈ മൈനസും പ്ലസും കൺഫ്യൂഷൻ വേണ്ടട്ടോ. ഈ ഭാഗത്ത് വരുന്നതൊക്കെയാണ് പ്ലസ് ചെയ്യുന്നത്, എന്നിട്ട് ഇപ്പുറത്തെ ഭാഗം വരുന്ന മൈനസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് വരച്ചു നോക്കിയാൽ മതി. അക്കൗണ്ട് വരച്ചു നോക്കുന്ന സമയത്തുള്ള പ്രശ്നമാണ് ഞാനിവിടെ പറഞ്ഞത്. ചിലതിൽ സെയിൽസ് ജി പി സെപ്പറേറ്റ് അല്ല തരിക, പകരം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാ തരിക. വാട്ട് ഇസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇക്വേഷനിൽ സംശയമൊന്നും ഇല്ലല്ലോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ബട്ട് ഇവിടെ ഇതത്ര വലിയ ഈസിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇതിൽ ഇത്തിരി കുറച്ച് ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തരും. അതാണ് ജി പി. ജി പി ഒരിക്കലും നമുക്ക് ഡയറക്റ്റ്ലി തരൂല. ജി പി ഒരിക്കലും നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തരൂല. ഇപ്പം ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറയാം. ബാക്കി എല്ലാ എമൗണ്ടും തന്നിട്ടുണ്ട്. ഞാൻ വെറുതെ സെയിൽ മാത്രം എഴുതുവാണ്. 10,000. ആൻഡ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാ പറയാ, ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 20% ഓഫ് സെയിൽ. ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇതൊക്കെ ഗിവണും ആണ്. ബാക്കിയൊക്കെ ഞാൻ ടിക്ക് ചെയ്തതൊക്കെ ഗിവൺ ആണ് ക്വസ്റ്റ്യനിൽ. ഇത് മാത്രം ഞാനിവിടെ എഴുതി. ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് 20% ഓഫ് സെയിൽ. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ ആരെഴുതും? 2000 എന്ന് എഴുതൂല്ലേ? 10,000ന്റെ 20% 2000. പിന്നെ നമുക്ക് കണക്ക് ഓക്കെ ആയി. ബട്ട് ചില കേസസിൽ ഇത് ഇങ്ങനെയല്ല തരിക. ഇത് നമുക്ക് ഇങ്ങനെയാണ് തരിക. 20% ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ 20% ഓഫ് കോസ്റ്റ് ഓഫ് സെയിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞാ തരിക. കോസ്റ്റിന്റെ മുകളിലാണ് 20% എന്നാ പറയാ. ബട്ട് നമ്മളെ കയ്യിൽ തന്നിരിക്കുന്നത് സെയിലും ആയിരിക്കും. ബട്ട് സെയിലിന്റെ എത്ര പെർസെൻറ്റേജാ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവൂല. പകരം കോസ്റ്റിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. ബട്ട് നമുക്കാണെങ്കിൽ കോസ്റ്റ് അറിയില്ല, ബിക്കോസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ മിസ്സിംഗ് ആണ്. കോസ്റ്റ് അറിയില്ല, അതൊക്കെ നിങ്ങൾ വിട്ടേര്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അടുത്ത പ്രാവശ്യം വിശദമായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, സോ ഹിയർ കോസ്റ്റിന്റെ മേലെയാ തന്നത്. നമുക്കിവിടെ സെയിലാണ് ഉള്ളത്. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യണം? ഈ പെർസെൻറ്റേജിനെ സെയിലിന്റെ എത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നേരത്തെ പറഞ്ഞതിൽ ഇങ്ങനെയാണല്ലോ തന്നത്, 20% ഓഫ് സെയിൽ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതിന്റെ 20% കണ്ടാൽ മതി. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ നമുക്ക് കോസ്റ്റിന്റെ 20% ആണ് ജി പി എന്നാ തന്നത്. അപ്പൊ അതിനെ നമ്മൾ സെയിലിന്റെ എത്ര പെർസെൻറ്റേജ് എന്ന് കൺവേർട്ട് ചെയ്യണം. സോ കൺവേർട്ട് ചെയ്യാൻ
നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പഠിച്ചില്ലടാ. എനിവേ സി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 20% ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ 20/100 അല്ലേ, ഈസ് ഈക്വൽ ടു 20/120 ഓൺ സെയിൽ. ഒന്നും കൂടി എഴുതുമ്പോൾ അത് ഇത്രയും കൂടി ക്ലിയർ ആവും. ഇവിടെ എഴുതുവാണേ 30% ഓൺ കോസ്റ്റ് ആണെങ്കിൽ that is 30/100 is equal to 30/130 on sale. എന്താ ചെയ്യുന്നത്? ഇവിടെ 100 പ്ലസ് ഇത് 30. ഓക്കെ, 100 പ്ലസ് 30 ഇവിടെയാണെങ്കിലോ 100 പ്ലസ് 20. ഇവിടെ 25 ആണെങ്കിലോ ഇവിടെ എന്ത് വരും? 25/125. ഇവിടെ 35 ആണെങ്കിൽ 35/135. ഇങ്ങനെ വരും. ചേഞ്ച് ചെയ്യാൻ വേണ്ടി കോസ്റ്റിന്റെ മേലെ തന്നിട്ട് സെയിലിന്റെ മേലെ ആക്കാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഈ പ്രോബ്ലത്തിലാണെങ്കിൽ ഇപ്പം എത്രയാ വന്നത്? 10,000ന്റെ 20 ഡിവൈഡഡ് ബൈ 120. സോ അതൊരു റൗണ്ട് ഫിഗർ എല്ലാം തോന്നുന്നു കിട്ടുക. ഒന്ന് ചെയ്ത് നോക്കിയാണ്. സോ ഈ കണക്കിലാണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതും? 10,000 ഇൻറ്റു 20/120. ക്ലിയർ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിയേ. It is 1666. ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ? ഈ ഒരു പ്രശ്നം മാത്രമേ ഇതിനകത്ത് വരുള്ളൂ. ഇനി ഇവിടെ പറയേണ്ട കാര്യമില്ല, എന്നാലും ഇത് നേരെ തിരിച്ച് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സി നിങ്ങൾക്ക് ആവശ്യമില്ല, ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ. സി ഇവിടെ ഇങ്ങനെയാ തന്നെങ്കിൽ നമുക്കിത് മാത്രമേ വേണ്ടൂ. ഓക്കെ, എനിവേ ചിലവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി, അതുകൊണ്ട് മാത്രം പറയുന്നത് 20% ഓൺ സെയിൽ. കോസ്റ്റിന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കാൻ 20/100 മൈനസ് 20, അതായത് 20/80 വരും. സെയിലിന്റെ കൺവേർട്ട് ചെയ്യാൻ കോസ്റ്റിന്റെ മുകളിൽ. അതേപോലെ ഇപ്പൊ 30% ഓൺ സെയിൽ ആണെങ്കിൽ 30/100 മൈനസ് 30, 70 ഓൺ കോസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, എനിവേ അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, സോ പ്രോബ്ലം ബോർഡിനകത്ത് കാണാം. വായിക്കുന്നേ. സെയിൽ 2 lakh, ഗ്രോസ് പ്രോഫിറ്റ് 25% ഓൺ സെയിൽ അല്ല, 25% ഓൺ കോസ്റ്റ് ഓഫ് സെയിൽ. സോ കോസ്റ്റിന്റെ മുകളിലാണ് 25% GP. പർച്ചേസ് ഇസ് ഗിവൺ, ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ഗിവൺ. സി ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. ഞാനിത് ഇവിടെ തന്നെ എഴുതാൻ പോവാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഇതിലില്ല. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം. ഇതെവിടെ നോക്കാം. സെയിൽ ഞാൻ ഇതിൽ പ്ലേസ് ചെയ്യാൻ പോവാണ്. സെയിൽ ഇസ് 2 lakh. പിന്നെ ആരല്ല? പർച്ചേസ് 1,50,000. പിന്നെയോ ക്ലോസിംഗ് സ്റ്റോക്ക് 25,000. ഇത്രയും തന്നിട്ടുണ്ട്. ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ഇസ് 25% ഓൺ കോസ്റ്റ് ഓഫ് സെയിൽ. കോസ്റ്റിന്റെ മുകളിലാണ് 25. അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാ കൺവേർട്ട് ചെയ്യുക? 25% ഓൺ കോസ്റ്റ് ഇസ് ഈക്വൽ ടു 25/125% ഓൺ സെയിൽ. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ സെയിൽ ഇസ് 2 lakh ഇൻറ്റു 25/125. എത്ര വരാമെന്ന് നോക്കിയേ. നമ്മുടെ 2 ലക്ഷം 25 ഡിവൈഡഡ് ബൈ 125. ഓക്കെ, 40,000 റൈറ്റ്? യാ, 40,000 കിട്ടും. ആ 40,000 ഞാൻ ഇവിടെ എഴുതുന്നു. ഇനി നിങ്ങൾക്ക് ഇത് ബാലൻസ് ചെയ്ത ആൻസർ ആയില്ലേ? ബാലൻസ് ചെയ്തോ. ഈ ഭാഗം കൂട്ടിയാൽ 2,25,000 കിട്ടും. ആൻഡ് ബാലൻസിങ് ഫിഗർ വിൽ ബി 35,000. സോ ഹിയർ ഈസ് യുവർ ആൻസർ 35,000. ഇവിടെ നമ്മൾ എഴുതണം ബാലൻസിങ് ഫിഗർ. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ, വേറെ വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല. ഇനി അതിന്റെ ഇക്വേഷൻ ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്?
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് CGS എന്നാട്ടാ പറയാം, പ്ലസ് closing stock minus direct expense minus purchase. So this is your equation. Any cost of goods sold ന് നമുക്ക് എന്ത് എഴുതാം, sales minus GP. ഓക്കെ, ഇക്വേഷനിലാണെങ്കിൽ ഇങ്ങനെ, അക്കൗണ്ട് പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ, നിങ്ങൾക്ക് ഏത് മെത്തേഡും യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ സോ ഇനി നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയുവാണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ഇതൊക്കെ ഗിവൺ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇതൊക്കെ ഗിവൺ ആയിരിക്കും. ഹിയർ ഇറ്റ് ഇസ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് ഗിവൺ, ഇത് ഗിവൺ, ഇത് ഗിവൺ, ഇത് ഗിവൺ അല്ല. ഓക്കെ, സോ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്. സി ഇക്വേഷൻ ഫോം ചെയ്ത് നോക്കാമല്ലോ നമുക്ക്. ഇതാണ് മിസ്സിങ്, റൈറ്റ്? അതല്ലേ മിസ്സിങ്. സോ അതെങ്ങനെ ചെയ്യും? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ആരൊക്കെയാ, ഈ ഭാഗം ആഡ് ചെയ്യും അല്ലേ, പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഒരാളും കൂടി ഉണ്ടല്ലോ, പ്ലസ് നമ്മളെ സ്വന്തം GP, ഗ്രോസ് പ്രോഫിറ്റ്, ദെൻ വാട്ട്, മൈനസ് സെയിൽസ് അല്ലേ, മൈനസ് സെയിൽ. ഇതല്ലേ നമ്മളെ ഇക്വേഷൻ, റൈറ്റ്? സോ ഹിയർ ഇവിടെ ഇക്വേഷൻ ഇങ്ങനെയാ വരിക. പക്ഷേ എങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും ചെയ്ത് കഴിയുന്ന എന്താണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. സോ ഹിയർ ഇങ്ങനെ വരും. ഇത് ഓക്കെ ആണ്. ഇനി അടുത്ത് ഞാൻ എഴുതാൻ പോകുന്ന നോക്കോ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിരിക്കും ചിലപ്പം തരിക. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെയാകും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് സെയിം ട്രീറ്റ്മെന്റ്, വേറൊരു എന്താ പറയുക, വേറൊരു അഡ്ജസ്റ്റ്മെന്റ്സും ഇല്ല. സി ക്വസ്റ്റ്യൻ കാണാം, ഈസിയാണ്. സോ ക്വസ്റ്റ്യൻ ഇസ് ദെയർ ഓൺ ദ ബോർഡ്. നമുക്കത് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. സെയിൽ ഇസ് ഗിവൺ 5 lakh. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 10% ഓൺ സെയിൽ. ഡയറക്ട്ലി ഗിവൺ 10% ഓൺ സെയിൽ. പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, വേജസ്. സി നമുക്ക് ആ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ പ്ലേസ് ചെയ്യാം. സോ ഹിയർ ഇറ്റ് ഇസ് 5 lakh. നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുക്കണേ, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ ഒരു വീഡിയോ ക്ലാസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര നല്ല ക്ലാസ് ഉണ്ട്. നിങ്ങളത് മര്യാദയ്ക്ക് എഴുതിയെടുത്തില്ലെങ്കിൽ ഒരു ഉപയോഗവും ഇല്ല കേട്ടോ. വെറുതെ നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ആകുന്നേ ഉള്ളൂ. സോ നിങ്ങളത് അതിന് കണക്കായിട്ട് നോട്ട്സ് പിന്നെ ഓർമ്മയുണ്ടാവില്ലടാ. നമ്മളും എല്ലാം ചെറുതിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ, പഠിപ്പിക്കുമ്പോൾ ഓർമ്മയുണ്ടാവും, അത് കഴിഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഓക്കെ, സോ ട്രൈ ടു പ്രിപ്പയർ നോട്ട്സ്. ടു വേജസ് 40,000. ഇത്രയും ഐറ്റംസ് ഗിവൺ ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഹിയർ ഗ്രോസ് പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, എന്ത്, 10% ഓഫ് സെയിൽ. സോ ഇറ്റ് ഈസ് 50,000 അല്ലേ? ആണ്. സോ ഈ ഭാഗം നമ്മൾ ആദ്യം ആഡ് ചെയ്യും. ഈ ഭാഗമായിരിക്കും കൂടുതൽ, കാരണം അപ്പുറത്തല്ലേ ബാലൻസ് വരണ്ട അല്ലേ. സോ ഇറ്റ് ഈസ് 5,40,000. നിങ്ങളിത് ഇക്വേഷൻ ഫോമിൽ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ചെയ്ത് നോക്കുക. 5,40,000. സോ ഹിയർ ഇറ്റ് വിൽ കം 40,000. ദിസ് ഈസ് യുവർ ബാലൻസിങ് ഫിഗർ. ക്ലിയർ ആണല്ലോ, വലിയ സംശയമൊന്നുമില്ല. ഇതിന്റെ ഇക്വേഷനിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഠിക്കാനുള്ളത് ക്യാഷ് അക്കൗണ്ട് ആണ് അടുത്തത്. നമ്മളിപ്പോൾ ഓൾറെഡി കുറേ പഠിച്ചു. 4 അക്കൗണ്ട് പ്ലസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് പഠിപ്പിച്ചു. സോ 6. 7th one is okay. 7th one is here. See, 7th one is opening statement of affairs. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമുക്കറിയാം. ആൻഡ് ഹിയർ ഇതെപ്പോഴാ ഓപ്പണിംഗ് ക്യാപിറ്റൽ മിസ്സിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. ഇനി ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സോ, ക്ലോസിംഗ് ക്യാപിറ്റൽ വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. Now 9th one is your cash account. And your last thing is ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാനിവിടെ എഴുതുന്നില്ല. അത് ഓരോ കോൺടെസ്റ്റിൽ നമുക്ക് അധികവും അത് അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് ആയിരിക്കും. അത് അങ്ങനെ ഒരു ഇൻബിൽട്ട് ആയിട്ട് എഴുതാനൊന്നുമില്ല. അത് നമ്മൾ
ക്വസ്റ്റ്യനിൽ കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. സോ ഇനിയിപ്പോൾ ഞാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയും. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ഇതിൻ്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോൾവ് ചെയ്യുക. അതിനേക്കാളും മുന്നേ ക്യാഷ് അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് എൻ്റെ അടുത്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ മീനിങ് നിങ്ങൾ പഠിക്കുന്നില്ല എന്നാണ്. പഠിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എന്തുണ്ടാവും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, പരീക്ഷ അടുപ്പിച്ച് പഠിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? ഓക്കെ, സി ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എന്ത് അക്കൗണ്ട്? ക്യാഷ് അക്കൗണ്ട് അസറ്റിന്റെ അക്കൗണ്ട് ആണ്. അസറ്റ് അക്കൗണ്ടിന്റെ റൂൾ എന്താ? ഇത് ഇൻക്രീസ്, ഇത് ഡിക്രീസ്. ക്യാഷിന്റെ ബാലൻസ് കൂടുന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതണം, ക്യാഷിന്റെ ബാലൻസ് കുറയുന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതണം. ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഇവിടെയാണ് ഉണ്ടാവുക, ടു ബാലൻസ്, റൈറ്റ്? ബട്ട് ചില സമയം ഓക്കെ ഇവിടെ ഉണ്ടാവുക, അത് പറയാം. ഇവിടെ എന്താവും? ബൈ ബാലൻസ്. ഓക്കെ, ക്യാഷിന്റെ ബാലൻസ് കുറയുന്ന സാധനങ്ങൾ എന്തെല്ലാടോ? എല്ലാ എക്സ്പെൻസും, റെന്റ് കൊടുത്ത്, ഡിസ്കൗണ്ട് കൊടുത്ത്, പിന്നെന്താ സാലറി കൊടുത്ത്, റിപ്പയർ കൊടുത്ത്, വാട്ട് എവർ ഇറ്റ് ഇസ്, ഓൾ എക്സ്പെൻസ് വിൽ കം ഹിയർ. എന്താണോ ക്യാഷിനെ കുറക്കുന്നത് അതൊക്കെ ഇവിടെ എഴുതണം. എന്താണോ ക്യാഷിനെ ഇൻക്രീസ് ചെയ്യുന്നത്, എന്തൊക്കെയാണോ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഇൻകംസ് അല്ലേ, വരുമാനം, റെന്റ് കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി, സാലറി കിട്ടി, ഇങ്ങോട്ട് വരുന്നത്. സോ ഇറ്റ് വിൽ കം ഹിയർ. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് നിങ്ങളെ ക്യാഷ് അക്കൗണ്ട്. ബട്ട് ഇതിൽ അധിക സമയത്തും നമ്മൾ ക്യാഷും ബാങ്കും ഒരുമിച്ചിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക. ബിക്കോസ് വലിയ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പം ചില ഒറ്റയൊന്നിൽ പറയും ഇറ്റ് ഇസ് പെയ്ഡ് ടു ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ബാങ്ക് വരും. ബട്ട് നമ്മൾ എപ്പോഴും ഇത് രണ്ടും ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. ആ സമയത്ത് ബാങ്ക് ഓടിയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ബാലൻസ് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരും. ബാങ്ക് ഓടിയാണെങ്കിൽ ഇവിടെയല്ല വരിക, ഇവിടെയാ വരിക അല്ലെ. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു ലാബിലിറ്റി ആണ്. ഇൻ കേസ് എപ്പോഴെങ്കിലും നമുക്ക് ക്യാഷും ബാങ്കും ക്ലബ് ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ട വന്നാൽ ബാങ്ക് ഓടി ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ കാണിക്കണം? ബൈ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കണം. ബാങ്ക് ഓടിയുടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അത് മാത്രം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതിന്റെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ വരും, അത് അവിടെ ഇരിക്കട്ടെ. ബട്ട് ഇത് നന്നായിട്ടൊന്ന് ഓർമ്മിച്ച് വെക്കുക. ബാക്കി എല്ലാം ആസ് യൂഷ്വൽ തന്നെ. ബട്ട് ചില കേസുകളിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട വന്നാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് ഓടി ഇവിടെ എഴുതണം. ഓക്കെ അല്ലേ? ആണ്. സോ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യും. അതുവരെ നിങ്ങൾക്ക് ഒരുപാട് പണിയുണ്ട്. എന്താ, ഈ അക്കൗണ്ട് ഒക്കെ തറോ ആയിരിക്കണം. ഓക്കെ, സോ ഹാവ് എ നൈസ് ഡേ.